ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി തലനിറയെ പൂവെച്ച് വീട്ടിലോട്ട് ഇങ്ങനെ വന്നിരിക്കുവാണ്. രേവതിയെ കണ്ടതും ശ്രുതിയും ചന്ദ്രയൊക്കെ അങ്ങനെ നെട്ടി നിൽക്കുവാണ് കേട്ടോ. ചന്ദ്ര വന്നിട്ട് കുറേ കളിയാക്കും രേവതിയെ. എന്താടി നിൻ്റെ തലയിൽ ഇത് ഇത്രയും പൂവ്, നിൻ്റെ കടയിലെ പൂവൊന്നും ചിലവാകാത്തതുകൊണ്ട് എല്ലാം നിൻ്റെ തലയിലെടുത്ത് വെച്ചോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര കളിയാക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താടി തലയിൽ നിറച്ചും പൂവ് വെച്ച് വന്നവരൊക്കെ കടയിൽ പൂവ് ചിലവാകാണ്ടാണോ വെക്കുന്നത്? അപ്പോൾ രേവതി പറയും, ഇതെനിക്ക് എൻ്റെ ഭർത്താവ് മേടിച്ച് തന്നെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ അവർക്കൊക്കെ ഒരു ആശ്ചര്യമാവേ. ശ്രുതിയും എല്ലാവരും ഇങ്ങനെ നോക്കും ചന്ദ്രൻ, സച്ചി എന്തിന് ഇത്രയും പൂവൊക്കെ അവളുടെ തലയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത്? അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, അമ്പലത്തിൽ പോയായിരുന്നോ? അപ്പോൾ രേവതി പറയും, ഇപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നത് അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പുറത്ത് നിന്ന് ഓടി വരുവാണ് ഭയങ്കര സന്തോഷത്തിൽ. അച്ഛ അമ്മേ വാ എല്ലാവരെയും വിളിക്ക്, വർഷയും സുധി എല്ലാവരും വാ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ വിളിച്ച് അവരെ കൊണ്ടുപോവാണ് പുറത്തോട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തിനാടാ എല്ലാവരെയും പുറത്തോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, അതൊക്കെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് ഗേറ്റിൻ്റെ പുറത്തിങ്ങനെ കൊണ്ടുപോകുവാണ്. അപ്പോൾ കാറ് കാണുമ്പോൾ തന്നെ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുവേ. സന്തോഷമാവും. രവീന്ദ്രൻ്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷമുണ്ട്, പിന്നെ വർഷയുടെ മുഖത്തും സന്തോഷമുണ്ട്. അപ്പോൾ രവീന്ദ്രൻ, എന്താടാ കാറ് പുതിയതുപോലെ ഉണ്ടല്ലോ? അപ്പോൾ സച്ചി പറയും, പുതിയ കാറാണ് അച്ഛാ എന്ന് പറയും. അപ്പോൾ തന്നെ ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കും, പുതിയ കാറോ? ഇവൻ ഈ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നല്ലേ, ഇവനെങ്ങനെ ഈ പുതിയ കാറൊക്കെ ഇത്ര പെട്ടെന്ന്? ചന്ദ്രയും സുധിയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ തന്നെ സച്ചി പറയും, രേവതി മേടിച്ച് തന്നതാണ് അച്ഛാന്ന് പറയും. അപ്പോൾ ചന്ദ്രക്കൊക്കെ പിന്നെ ഒരു ഞെട്ടൽ, രേവതിയോ, ഈ പൂക്കടക്കാരി എങ്ങനെ ഇവന് കാറൊക്കെ പുതിയത് മേടിച്ചു കൊടുത്തു? ഇങ്ങനെ നെട്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, എന്നെ പെട്ടെന്ന് അമ്പലത്തിൽ വിളിച്ചു കൊണ്ടുപോയി, എന്നിട്ടൊരു താക്കോലും തന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഇത് സച്ചിയേട്ടൻ്റെ കാറാണെന്ന് പറയുകയാണ് വെച്ചാൽ രേവതി. എനിക്ക് അങ്ങനെ സന്തോഷമായി, സർപ്രൈസുമായി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രവീന്ദ്രനും നല്ല ഹാപ്പിയാണ്. ചന്ദ്രക്കും ശ്രുതിക്കൊന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എടാ ഇതിന് എത്ര രൂപയായി കാറിനെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഭയങ്കര ഒരു ഗൗരവത്തിൽ തന്നെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, 10 ലക്ഷം രൂപയാണെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പിന്നെ കേട്ടു, 10 ലക്ഷം രൂപയെ? ഈ പൂക്കടക്കാരിക്ക് എങ്ങനെ 10 ലക്ഷം രൂപ കിട്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ചന്ദ്രയൊക്കെ. അപ്പോൾ തന്നെ ശ്രുതി വന്ന് പറയും, അമ്മേ 10 ലക്ഷം രൂപയോ? അമ്മ അല്ലാണ്ട് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ കാറ് കണ്ടാൽ അറിയില്ല, ഇതൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. കൂടി വന്നാൽ 3-4 ലക്ഷം, അതിൻ്റെ അപ്പുറം പോവത്തില്ല ഈ കാറിനെന്ന് പറയും. അപ്പോൾ തന്നെ സച്ചി പറയും, 3-4 ലക്ഷം എത്ര രൂപ വേണമെങ്കിലും ആവട്ടെ, ഇതെൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി തന്ന കാറാണെന്ന് പറയുന്നുണ്ട് സച്ചി. എന്നിട്ട് പറയും സച്ചി, ഇതേ സമയം എൻ്റെ ഭാര്യ മലേഷ്യയിലായിരുന്നെങ്കിൽ 10 ലക്ഷത്തിൻ്റെ അല്ല 10 കോടിയുടെ കാർ എനിക്ക് മേടിച്ചു തരുമായിരുന്നെന്ന് പറയും. അപ്പോൾ തന്നെ ശ്രുതിയുടെ മുഖമൊക്കെ മാറുകയെ. പിന്നെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും നോട്ടമൊക്കെ ശ്രുതിയിലോട്ടാകും. കാരണം ഇവളൊരു കോടീശ്വരൻ്റെ മോളായിട്ട് ഇന്നേ വരെ എൻ്റെ ശ്രുതിമോൻ ഒരു കാർ പോലും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് ചന്ദ്രയുടെ മനസ്സിൽ. സച്ചി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഓർക്കുവാണ് ചന്ദ്ര. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ഇരിക്കട്ടെ, ഈ കാശൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് പറയുമ്പോൾ സച്ചി പറയും, എല്ലാം അമ്മയുടെ അടുത്ത് നിന്നാ. അപ്പോൾ ചന്ദ്ര പറയും, എൻ്റെ അടുത്തെന്ന്? ചന്ദ്രമതി പൂക്കട കണ്ടില്ലേ, ഞങ്ങളുടെ പൂക്കടയുടെ വരുമാനത്തിലാണ് ഞങ്ങൾ ഈ കാറ് മേടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും വർഷ, നമ്മൾ അന്ന് രാത്രി ഇരുന്ന് പൂ കെട്ടിയില്ലേ, അതിൻ്റെ ലാഭത്തിൽ മേടിച്ചതാണോ? അപ്പോൾ രേവതി പറയും, എന്ന് പറയും. അപ്പോൾ രേവതി ചേച്ചിക്ക് കട എന്തെങ്കിലും മോഡിഫൈ ചെയ്തുകൂടെ ആ കാശിനെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആ ഓർഡർ പിടിച്ച് തന്നത് തന്നെ സച്ചിയേട്ടനാണ്. അപ്പോൾ പിന്നെ സച്ചിയേട്ടനെ കാറ് മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്തു. കാർ ഓടിച്ച് കിട്ടുന്ന വരുമാനത്തിൽ സച്ചിയേട്ടൻ എനിക്ക് എൻ്റെ പൂക്കടൊക്കെ വേണ്ടതൊക്കെ ചെയ്തു തരും എന്ന് പറയുന്നുണ്ട്. വർഷക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. സച്ചിക്കും ഭയങ്കര സന്തോഷമാണ്. സന്തോഷമാവാതിരിക്കുന്നതാകെ ചന്ദ്രക്കും ശ്രുതിക്കും മാത്രമാണ്. അപ്പോൾ സച്ചി പറയും, അച്ഛാ കേട്ടോ, പൂ വിൽക്കുന്നവർക്ക് വരെ കാറ് മേടിക്കാൻ പറ്റും എന്ന് എൻ്റെ ഭാര്യ തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്കൊക്കെ ഒന്നുകൂടെ മുഖം മാറുവേ, ശ്രുതിയുടെ മുഖം മാറും. അപ്പോൾ രേവതി എന്ന് പറഞ്ഞ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളാണെന്നാണ് സച്ചി പറയുന്നത്. പൂ വിറ്റ് വരെ എൻ്റെ ഭാര്യ എനിക്ക് കാറ് മേടിച്ച് തന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. രേവതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, നിങ്ങൾ 4 പേർക്ക് നല്ലത് ചെയ്താൽ അതിൻ്റെ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഈ നല്ലതൊക്കെ കിട്ടുന്നത്, അതും രേവതി മൂലമാണ് നിനക്ക് എല്ലാ നല്ല കാര്യങ്ങളും വന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ രവീന്ദ്രൻ പറയുവാണ് സച്ചിയോട്. അപ്പോൾ പറഞ്ഞു, ഇതൊന്നും അല്ല അച്ഛാ, വേറൊരു സർപ്രൈസും കൂടിയുണ്ട്, അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ പുറകിലോട്ട് കൊണ്ടുപോവാണ് രവീന്ദ്രനെ മാത്രമല്ല എല്ലാവരോടും സച്ചി വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് പുറകെ പോയിട്ട് എളുപ്പം ആ സ്റ്റിക്കർ പൊത്തിപ്പിടിക്കുക. എന്നിട്ട് എല്ലാവരും വന്നെന്ന് ഉറപ്പാക്കുമ്പോൾ സച്ചി പയ്യെ കൈമാറ്റും.
അപ്പോൾ നോക്കുമ്പോൾ എസ് ആർ എന്ന് പറഞ്ഞ സ്റ്റിക്കർ. ശ്രുതി ചോദിക്കും ഇതെന്താടെ എസ് ആർ? അപ്പോൾ പറയും എൻ്റെ രേവതിയുടെയും ആദ്യത്തെ സ്പെല്ലിങ് അതാണിത്, ഞാൻ രേവതിയുടെ പേര് എഴുതാമെന്ന് പറഞ്ഞതാ, പക്ഷെ അവൾ സമ്മതിച്ചില്ല, അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെ ആദ്യത്തെ അക്ഷരം എടുത്ത് സ്റ്റിക്കറാക്കി ഒട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. ശ്രുതിക്കൊക്കെ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഇതിൻ്റെ റിഫ്ലക്ഷനൊക്കെ അടിക്കാൻ പോകുന്നത് ശ്രുതിക്കാണല്ലോ. ചന്ദ്രക്കൊക്കെ നല്ല കുശുമ്പ് കയറി ഇരിക്കുവാണ്. ഇനി എന്തായാലും തൻ്റെ അടുത്ത് പൈസയുടെ കാര്യം പറഞ്ഞ് ചന്ദ്രയൊക്കെ വരുന്ന ശ്രുതിക്ക് ഉറപ്പാണ്. അപ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ മുറിയാണ്. ശ്രുതി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ചന്ദ്ര മുറിയിലോട്ട് കയറി വരും. നേരത്തെ മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്ന ചന്ദ്രയുടെ സംസാര രീതി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശ്രുതിയോട് നല്ല ദേഷ്യത്തിലാണ് ഇപ്പോൾ ചന്ദ്ര സംസാരിക്കുന്നത്. ചന്ദ്ര ശ്രുതിയോട് പറയും എന്തൊക്കെ കാണണം നമ്മളിനി. ആ പൂകെട്ടനവൾ നമ്മുടെ സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നു, പൂകെട്ടുന്നവൾ വരെ കാറ് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും അതിനായിരിക്കും രേവതി അപ്പോൾ രാവിലെ അലമാരയിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് പോയതല്ല ആൻറ്റി. അപ്പോൾ പറയും അതുമാത്രമല്ല അവൾ പലിശയ്ക്കും എടുത്തിട്ടുണ്ട് കാശ്. എന്തെങ്കിലും ആവട്ടെ, കാർ ഓടിക്കുന്നവൻ ഓട്ടോ ഓടിച്ചു, അതിൻ്റെ കുറ്റം അവളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയതിനേലും നല്ല കാർ അവൾ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. അവൾക്ക് ഇത് എങ്ങനെ പൂകെട്ടുന്നവൾ വരെ മേടിച്ചു കൊടുത്തു, പക്ഷേ എൻ്റെ സുതിമോനെ സഹായിക്കാൻ ഒരാൾ പോലും ഇല്ല. സച്ചിക്ക് പഠിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അവനെ ഒന്ന് സഹായിക്കാൻ എന്തോരം പേരാണ് അവൻ്റെ ചുറ്റിനും. പക്ഷേ എൻ്റെ സുതിമോനെ സഹായിക്കാൻ ആരുമില്ല, ഒരു നല്ല ജോലി പോലും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ശ്രുതിക്ക് നല്ല ജോലി കിട്ടും ആൻറ്റി എന്ന് പറയുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. കണ്ടോ, അപ്പോൾ പോലും നീ അവനെ സഹായിക്കാനൊന്നും പറയുന്നില്ല, കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷകളാണ് തരുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഞാൻ എങ്ങനെ സഹായിക്കാനാണ് ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നീ ഒരു വലിയ വീട്ടിലെ കുട്ടിയല്ലേ, നീ ഒന്ന് വിചാരിച്ചാൽ എൻ്റെ മോൻ ഒരു ബിസിനസ്സിൻ്റെ ഓണർ തന്നെയായിട്ട് മുതലാളിയായിട്ട് തന്നെ ഇവിടെ വീട്ടിൽ വിലസുമായിരുന്നു, പക്ഷെ നീ ഒന്ന് വിചാരിക്കുന്ന പോലും ഇല്ലല്ലോ എന്ന് ചന്ദ്ര ശ്രുതിയെ ചീത്ത പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആൻറ്റി പറയുന്നത് എനിക്ക് ശ്രുതിയോട് സ്നേഹമില്ലെന്നാണോ? അപ്പോൾ തന്നെ ചന്ദ്ര പറയും പിന്നെ കുറേ സ്നേഹം. ആ രേവതിയെ സച്ചി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം സ്നേഹിക്കും, കൂടുതൽ നേരം അവർ തല്ലി പിടിക്കും. ഇപ്പം നോക്ക്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ആ രേവതിയുടെ അനിയൻ്റെ കൈ അവൻ തിരിച്ചൊടിച്ചത്. അവർ തമ്മിൽ എപ്പോഴും വഴക്കാ. എന്നിട്ടും കണ്ടില്ലേ അവൾ അവനെ വേണ്ടി പൂ കെട്ടി കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നു. നീ ഭാഗ്യം ചെയ്തവളാ, എൻ്റെ മോനെ സുതിമോനെ പോലൊരു ഭർത്താവിനല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അവൻ ഇന്നേ വരെ നിന്നൊരു ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നിന്നെ എന്ത് സ്നേഹത്തിലാവൻ നോക്കുന്നത്, പക്ഷെ നീയോ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ നിൽക്കുവേ, എൻ്റെ പേരുള്ള ബ്യൂട്ടി പാർലറിൻ്റെ പേരും മാറ്റി, എന്നിട്ടും ഒരു കാര്യം പോലും എൻ്റെ മോനെ ചെയ്തിട്ടില്ല എൻ്റെ മോന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എല്ലായിടത്തുനിന്നും ജോലി വിട്ട് വരുന്ന ആളല്ലേ, ഞാൻ എന്ത് സഹായിക്കാനാ? അപ്പോൾ ചന്ദ്ര പറയും അവന് മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ടി നിന്ന് ശീലമില്ല, അവനൊരു കമ്പനിയുടെ മുതലാളിയാവണം, അതാണ് വേണ്ടത്, അതിനെ സഹായിക്കണം, നീ വേണം അവനെ സഹായിക്കാൻ. അവനെ പുറകിൽ നിന്നൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ പോലുമില്ല, നീ അവനെ പ്രോത്സാഹിപ്പിക്കുക. ഒരു കാറ് സ്റ്റാർട്ടായില്ലെങ്കിൽ നമ്മൾ പുറകിൽ നിന്ന് തള്ളിക്കൊടുക്കില്ലേ, അപ്പോൾ അത് സ്പീഡിൽ പോകും. അതുപോലെ നീ അവനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ചന്ദ്ര ശ്രുതിയോട് പറയുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാനെങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ അച്ഛനെ വിളിച്ച് പറയുക, അച്ഛൻ സഹായിക്കും അവനെന്ന് പറയുമ്പോഴേക്കും ശ്രുതി അപ്പോൾ തന്നെ ഒന്ന് പരിങ്ങുകയും ശ്രുതി പറയും അച്ഛനിപ്പോൾ ടൂറിലായിരിക്കും ആൻറ്റി എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുവേ. ഇത്രയും വലിയ കോടീശ്വരൻ, ഒരു 2 ഫോൺ വേറൊരു ഫോൺ ഉണ്ടാവുമല്ലോ അച്ഛൻ്റെ കയ്യിൽ, വിളിക്ക്, അച്ഛനോട് സംസാരിക്കുക. അപ്പോൾ പറയും ആൻറ്റി അത് പിന്നെ ഞാൻ സംസാരിച്ചോളാം, അല്ലെങ്കിൽ മാമനെ വിളിക്ക്, ഇപ്പോൾ തന്നെ ഞാൻ തന്നെ സംസാരിച്ച് പറയാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഇല്ല ആൻറ്റി ഞാൻ സംസാരിച്ചോളാം, ആൻറ്റി ടെൻഷൻ ആവണ്ട, അച്ഛനോട് സംസാരിച്ച് ഞാൻ തന്നെ ശ്രുതിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറയാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ചന്ദ്ര പോകുവാണ്. വിളിച്ചാൽ നിനക്ക് കൊള്ളാം, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതെന്ന്, അല്ലാണ്ട് എനിക്കൊരാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് ചന്ദ്ര പോകുവാണ്. ശ്രുതി അപ്പം നല്ല ടെൻഷനിലാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതി നേരെ പോകുവാണ് അടുക്കളയിലോട്ട്. അവിടെ രേവതി നല്ല അടുക്കളയിൽ നല്ല പണിയിലായിരിക്കും. അപ്പോൾ ശ്രുതി പോയി ചോദിക്കും രേവതിയോട് രേവതി എനിക്ക് നല്ല തലവേദന, എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമെന്നാണ് ശ്രുതി ചോദിക്കുന്നത്. ശ്രുതിക്ക് എന്തോ കാര്യങ്ങൾ രേവതിയിൽ നിന്ന് അറിയാനുണ്ട്, അതിനൊരു അടവായിട്ടാണ് ഈ ചായയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രേവതി പറയും ഇപ്പോൾ ഇട്ട് തരാമെന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ രേവതി ചോദിക്കും എന്താ തലയിൽ അത്രയും പൂ വെച്ച് വന്നതെന്നാണോ? അത് എനിക്ക് സച്ചിയേട്ടൻ മേടിച്ചെന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ വെച്ചതെന്ന് പറയുമ്പോൾ അതല്ല രേവതി, ഈ കാർ എങ്ങനെ മേടിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും കാറ് കാശ് കൊടുത്ത് മേടിച്ചു എന്ന് രേവതി പറയും. അപ്പോൾ ശ്രുതി പറയും രേവതി തമാശ പറയല്ലേ, ഞാൻ ചോദിക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാനാണെങ്കിലും ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വരും, ആ കാശ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് രേവതിയോട് ശ്രുതി ചോദിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് പിന്നെ പൂമാല കിട്ടിയ കാശുണ്ടായിരുന്നില്ലേ, ആ കാശിന് ഞാൻ മേടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ശ്രുതി പറയും പിന്നെ 1 ലക്ഷം
പൂമാലയുടെ ഓർഡറാണല്ലോ കിട്ടിയത്. 500 പൂമാലയുടെ ഓർഡറല്ലേ. ഇവിടെ ഇവൻറ്റിനൊക്കെ പൂ കെട്ടി കൊടുക്കണവർക്ക് പോലും ഒരു കാറ് മേടിക്കാൻ പോലും സാധിക്കാറില്ല. നിങ്ങൾ വേറെ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രേവതി ഇങ്ങനെ കാറ് മേടിക്കാനുള്ള കാശ് ഒപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ ചെയ്തതെന്ന് ശ്രുതി ചോദിക്കുവാണ് രേവതിയോട്. രേവതിക്ക് ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് പുറത്ത് വർഷ ഇതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് പുറത്ത് ഇങ്ങനെ നിന്ന് കേൾക്കുവാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, രേവതി ഒന്നെങ്കിൽ കടം മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സച്ചി മേടിച്ച് തന്നിട്ട് രേവതി മേടിച്ചെന്നാണെന്ന് കള്ളം പറയണേയിരിക്കും എന്ന് പറയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ എന്തിനാ കള്ളം പറയുന്നത്? അല്ല, നിനക്ക് ഭയങ്കര നിന്നെ ഒന്ന് പൊക്കിയിടിക്കാൻ വേണ്ടിയിട്ട് സച്ചി വെറുതെ പറഞ്ഞതല്ലേ, സച്ചി മേടിച്ചിട്ട് നീയാ മേടിച്ചതെന്ന് വെറുതെ പറഞ്ഞല്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയും, കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബാക്കി കാശ് ഞാൻ പലിശക്ക് എടുത്തു എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ശരിക്കും രേവതി തന്നെയാണോ മേടിച്ചു കൊടുത്തത്? അപ്പോൾ രേവതി പറയും, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കാണ് അത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അറിയാണ്ട് തന്നെ ശ്രുതിൻ്റെ വായിന്ന് സത്യങ്ങൾ വരാൻ പോയതാണ് രേവതി. അപ്പം ഇങ്ങനെ അതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.